ഇന്ന് നമുക്ക് ഇതേപോലൊരു സിമ്പിളായ ക്യാൻഡിൽ ചെയ്തെടുത്താലോ? അതിന് വേണ്ടി ഞാനിവിടെ എടുക്കുന്നത് എൻ്റെ കയ്യിലുള്ള പഴയൊരു തീർന്ന പെയിൻറ്റിൻ്റെ ബോട്ടിലാണ്. അത് കഴുകി ഇതേപോലെ വൃത്തിയാക്കിയതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ വാക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എടുത്ത പോലെ പഴയ കുറച്ച് ക്യാൻഡിൽസ് ആയാലും മതി. ഇത് ഞാനിവിടെ പണ്ടെങ്ങാണ്ടോ എന്തിനോ വേണ്ടി എടുത്തു വെച്ച കുറച്ച് ക്യാൻഡിൽസ് ആയിരുന്നു. അതെന്തിനാന്ന് പോലും ശരിക്കും എന്നോട് മറന്നുപോയി. അത് ഇവിടെ ഞാൻ ഡബിൾ ബോയിലിംഗ് ആണ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ നിങ്ങളെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു കളർ ക്രയോൺ ഉണ്ട്, അതെടുത്ത് അതിൻ്റെ കൂടെ മെൽട്ടാക്കാം. അത് ഇതേപോലെ മെൽട്ടായി വന്നതിന് ശേഷം ആ വാക്സ് നമ്മൾ ബോട്ടിലിൽ ഒഴിക്കുന്നതിന് മുന്നേ ചെറിയൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു ബൗളെടുത്ത് അതിൽ ഞാൻ കുറച്ച് ഐസ് വാട്ടർ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആ ബോട്ടിൽ ബ്രേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് ചൂടുകൊണ്ട്. അത് ഒഴിച്ചതിന് ശേഷം ആ പെയിൻറ്റ് ബോട്ടിലിൽ വാക്സും കൂടെ ഒഴിച്ച് അതിൻ്റെ അകത്തേക്ക് ഒരു തിരിയും കൂടെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ക്യാൻഡിൽ ഇവിടെ റെഡിയാണ്. ശരിക്കും ഞാൻ കളർ വരാൻ വേണ്ടി റെഡ് ക്രയോണാണ് യൂസ് ചെയ്തത്, പക്ഷേ ഇപ്പോൾ ഓറഞ്ച് കളറാണ് കിട്ടിയിട്ടുള്ളത്. കുഴപ്പമില്ല, ഓറഞ്ച് രസമുണ്ട് അല്ലേ? എങ്ങനെയുണ്ട് നമ്മുടെ ക്യാൻഡിൽ ഇപ്പോൾ കത്തിച്ചിട്ട് കാണാൻ വേണ്ടി? ഇത് ഒരു കാര്യമുണ്ട്, എന്താണെന്ന് വെച്ചാൽ കൂടുതൽ സമയം നമുക്ക് ഈ ക്യാൻഡിൽ കത്തിച്ച് വെക്കാനാവില്ല. ചിലപ്പോൾ ചൂട് കൊണ്ട് പൊട്ടാനുള്ള സാധ്യത നല്ലോണം ഉണ്ട്. എന്നാലും കുറച്ച് സമയത്തേക്കൊക്കെ ഇത് ഓക്കെയാണ്.